പിറവത്തിന് സമീപം മണിയിലുള്ള ചാത്തൻകുളമാണിത്. ഒരു വർഷം മുമ്പ് അന്നത്തെ ജില്ലാ കളക്ടർ രാജമാണിക്യത്തിന്റെ നേതൃത്വത്തിൽ ശുദ്ധീകരിച്ച കുളം. കുളം ശുദ്ധീകരിച്ച് നാട്ടുകാർക്ക് കൈമാറിക്കഴിഞ്ഞപ്പോൾ ഇതിന്റെ അവസ്ഥ പഴയപടിയായി. മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും വലിച്ചെറിയാനൊരിടം. കുളത്തിൽ കുളിക്കാനും നനയ്ക്കാനും എത്തുന്നവർ നിരവധിയാണ്. ഇവർക്കും കുളം നന്നായി കിടക്കണമെന്നില്ല. ഇതിന് സമീപം പായൽ നിറഞ്ഞ മറ്റൊരു കുളവുമുണ്ട്. മദ്യക്കുപ്പി മുതൽ ചെരുപ്പ് വരെ ഇതിലില്ലാത്ത മാലിന്യങ്ങളില്ല. ജനങ്ങൾ തന്നെയാണ് ഇതെങ്ങനെ ആക്കണത്, അല്ലാണ്ട് വേറെ പുറത്തുനിന്ന് ഇവിടെ വന്നവരല്ലേ ഇങ്ങനെ ആക്കുള്ളൂ. പുറത്തുനിന്ന് ആരും കൊണ്ടുവന്ന് വെറുതെ വഴിക്ക് പോണവരാരും ഇങ്ങനെ ഇടില്ല. ലക്ഷങ്ങൾ മുടക്കിയാണ് ജില്ലാ ഭരണകൂടം എന്റെ കുളം പദ്ധതി നടപ്പാക്കിയത്. മുൻ ജില്ലാ കളക്ടർ 50 കുളങ്ങൾ ശുദ്ധീകരിച്ചപ്പോൾ ഇപ്പോഴത്തെ ജില്ലാ കളക്ടർ 50 ദിവസം കൊണ്ട് 100 കുളങ്ങളാണ് ശുദ്ധീകരിക്കുന്നത്. എന്നാൽ തുടർന്ന് ഇത് ആര് സംരക്ഷിക്കുമെന്നതിന് വ്യക്തതയില്ല. ഭാവിയിൽ ഇതിനുള്ള സംവിധാനമൊരുക്കുമെന്ന് ജില്ലാ കളക്ടർ പറയുന്നു. ഒവ്വൊരു ലേക്കും പോണ്ടും നമ്മൾ ഒവ്വൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കുളത്തിൻ്റെ സംരക്ഷണം വിദ്യാഭ്യാസ സ്ഥാപനം തന്നെ, അല്ലെങ്കിൽ ഒരു ക്ലബ്ബ്, അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ, സൊസൈറ്റി അവർ തന്നെ ഒരു ഏറ്റെടുത്ത് മെയിൻറ്റെയിൻഡ് ബൈൻ അവിടെ ഇട്ടാൽ ഒരു 3 മാസത്തിൽ ഒരു പ്രാവശ്യം അവർ വന്ന് ക്ലീൻ ചെയ്ത് ചിരിതായി ഒരു യൂസ് ചെയ്ത് സംരക്ഷണ വിധി അതെല്ലാം ചെയ്യുന്നത് കൊണ്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സന്നദ്ധ സംഘടനകളുടെയും സ്കൂളുകളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെയാണ് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതി നടപ്പാക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി കുളങ്ങൾ വൃത്തിയാക്കുമ്പോഴും ഭാവിയിലേക്ക് അതെങ്ങനെ പരിരക്ഷിക്കണമെന്ന് ജനങ്ങൾക്ക് അവബോധം നൽകാത്തതിന്റെ ദുരവസ്ഥയാണ് ഈ കാണുന്നത്. ക്യാമറമാൻ അനിൽ നീലേശ്വരത്തോടൊപ്പം എൻ ശ്രീനാഥ്, ന്യൂസ് 18 കൊച്ചി.